ഫേസ്ബുക്ക് ഫാമിലിക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. I greet every one of you in the name of Jesus. It's 8:30 Indian Standard Time. ഇന്ന് ചിലർ ഓർക്കുമായിരിക്കും തങ്ങുബ്രാറിന് എന്നാ പറ്റി താടിയൊക്കെ അല്ലേ, പൊതുവെ മടിയാവും ഷേവ് ചെയ്യാൻ. ഇറ്റ് ഈസ് ഫേസ്ബുക്ക് ഫാമിലി ആയിട്ട് ഇൻഫോർമൽ ആയതുകൊണ്ടും ജസ്റ്റ് ടു ഷെയർ മൈ ഹാർട്ട് വിത്ത് യു. It is a joy to be with you. ഞാൻ ഓർക്കുമായിരുന്നു ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടെ ലൈവിൻ്റെ ഫ്രീക്വൻസി കൂട്ടണമെന്ന്. സോ രോഹിത്തിന് ഭയങ്കര നിർബന്ധം ഷേവ് ചെയ്തത്, എനിക്ക് താടി വളർത്തി കാണണം. 2 വർഷം മുമ്പേ ചെയ്തതാണ്. പേഴ്സണലി ഈ മടി കൂടുകയെന്ന് പറയും. സോ a bit of white beard, getting grey, യൗവനം പുതുക്കിക്കൊണ്ടിരിക്കുക. So everywhere it's fear. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും, ഫാമിലി മെമ്പേഴ്സ്, കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, everyone, peace be unto you. I am thanking God that നമുക്കൊന്നിച്ച് ഇന്ന് അല്പനേരം സമയം ചെലവഴിക്കാൻ കർത്താവ് ഒരുക്കി. അതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ I plan to do the series of Inner Chamber. Holy Spirit നിൽക്കി അവിടെ അല്ലേ. രഞ്ജു, താങ്ക് യു. ഈ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കീപ്പ് ചെയ്യണം. ഞാൻ ഈ ലൈവ് പോകുന്ന മുമ്പേ ഒരു കാര്യം നിങ്ങളോട് പറയാം. ദൈവവചനത്തിലൊരു മനോഹരമായൊരു വചനമുണ്ട്. ഡെത്ത് ആൻഡ് ലൈഫ് ഈസ് ഇൻ ദ പവർ ഓഫ് ദ ടങ്. മരണവും ജീവനും നമ്മുടെ വായ്ക്കകത്ത് ഇരിക്കുന്നു. സോ ദർ ആർ ഓൺലി 2 types ഓഫ് വേർഡ്. 1 ഫിയർ ആൻഡ് ഡെത്ത്, 2 ജീവനും ലൈഫും. യേശു അതാ പറഞ്ഞ, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ജീവൻ തരുന്നു. ഇറ്റ് ഈസ് എ ലൈഫ് ഗിവിങ്. പ്രത്യാശ, ഹോപ്പ്, ഫിയർ എല്ലാം മാറിപ്പോകും. നൗ ഇത് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തിരിച്ചും കേൾക്കുന്നതിലും നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 6:4 യേശു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചോണം. കാര്യം 2 തരത്തിലുള്ള വാക്കേ ലോകത്തിലുള്ളൂ. 1 മരണം, 2 ജീവൻ. സോ നമ്മൾ കേൾക്കുന്നത് ജീവൻ്റെ ആണെങ്കിൽ ആ സ്പിരിറ്റ് വിൽ ബി റിന്യൂഡ്. സന്തോഷമായിരിക്കും. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ജീവൻ്റെ വാക്ക് പറയുകയും കൂടെ വേണം. നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരുങ്ങി ഇറങ്ങാൻ പോവാം. അപ്പം തോമസ് കുട്ടി ബ്രദർ ചിലപ്പം കല്യാണമായിരിക്കും, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനായിരിക്കും. തോമസ് കുട്ടി ബ്രദറിനെയും കൂടെ പിക്കപ്പ് ചെയ്ത് പോകാനുള്ള ഒരു തിരക്കിലായിരിക്കും. ആ സമയത്ത് തോമസ് കുട്ടി ബ്രദർ കളിക്കും, തങ്കുറാർ എന്തായി, ഒരുക്കോ പോയോ? ഞാൻ പറയും, പിന്നെ വണ്ടിയെ കയറി ഇറങ്ങിക്കഴിഞ്ഞു. സാധാരണ നമ്മൾ പറയുന്ന ചെറിയ കാര്യം, പക്ഷെ അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പക്ഷെ വണ്ടിയെ കയറി വണ്ടിയിൽ നിന്ന് ഉടനെ യാത്ര ചെയ്തു കഴിഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ യു ആർ നൗ സ്പീക്കിംഗ് എ ലൈ വിച്ച് ഈസ് ഡെത്ത്. നൗ വിശ്വാസം, ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് പറയുന്നവൻ അവസ്ഥകൾ മാറും. പലപ്പോഴും നമ്മുടെ വായിലെ വാക്കുകൾ, അതുകൊണ്ടാണ് നിങ്ങൾ കളവ് പറയാതെ സത്യം തന്നെ പറയണമെന്ന് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്. ഇനി അങ്ങനെ ഓരോരുത്തരും തൻ്റെ സഹോദരന്മാരോട് സത്യമല്ലാതെ വ്യാജമൊന്നും പറയരുത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇഫ് യു സേ ദ ട്രൂത്ത്, യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയവും വായും ഒന്നിച്ച് ചലിക്കാൻ തുടങ്ങും. The day our heart and mouth attests ourselves, that is the time പറയുന്നത് മുഴുവൻ സംഭവിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് എഫീഷ്യർ 4 അതിന് ശേഷം പറയാം.
ദ്രവത്വമുള്ള വാക്കുകൾ വരില്ല. ജീവനും മരണവും നമ്മുടെ വായിന്ന് വരും. അപ്പം ജീവൻ, സത്യം പറയണം. നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതിന് സ്പിരിച്വൽ റെൽമിൽ വളരെ അധികം ഇമ്പാക്റ്റ് ഉണ്ട്. നൗ ബിഫോർ ഐ സേ ദിസ്, ഇത് ഞാൻ ഒരു ഓഫ് ഹാൻഡ് പറഞ്ഞതേ ഉള്ളൂ. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ കരോണ എല്ലായിടത്തും ബാധിച്ചിരിക്കുക. ആൻഡ് എവ്രി വൺ ഈസ് അണ്ടർ ഫിയർ. ദർ ഈസ് 1-2 കാര്യങ്ങൾ പറയാം. കരോണ ബാധിച്ചതിൽ ഇന്ന് according to estimates more than 75% plus have come out of it, which means you don't have to be afraid of it. ഒരാൾക്ക് കരോണയുടെ സിംറ്റംസ് വന്നാൽ ഹൈഡ് ചെയ്യരുത്. Go to a doctor. It can be treated. You don't have to be afraid of it. Don't have to panic. You can. I'm so happy about the health minister, the way she is handling. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത് ഹാൻഡിൽ ചെയ്യുന്ന രീതി ഈസ് അമേസിങ്. ഷീസ് എന്നാ പറയുന്ന അയൺ വിൽഡായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആൻഡ് ഹെർ സ്റ്റേറ്റ്മെൻറ്റ്, ബ്രേക്ക് ദ ചെയിൻ. എല്ലാവരും സഹകരിക്കണം. സർക്കാർ പറയുന്ന ഈ കാര്യങ്ങളിലൊക്കെ സഹകരിക്കണം. ബ്രേക്ക് ദ ചെയിൻ. എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരാളിൽ ഒരാൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് ദ വേ യു വാഷ് യുവർ ഹാൻഡ്സ്. 2, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഹിസ് നെയിം ഇസ് ഷൈൻ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടുഡേ എന്നെ വാട്സപ്പിൽ എന്നോട് പറയായിരുന്നു 2 കാര്യം ചെയ്യാമെന്നല്ല. ഒന്ന് സാനിറ്റൈസ് ചെയ്യണം, കൈ കഴുകണം. ഞാൻ ഓർക്കുമായിരുന്നു, ഈ പഴയ കാലത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ വീട്ടിൽ കയറി വരുന്ന സമയത്ത് കൈയും കാലും കഴുകാതെ വീട്ടിൽ കയറ്റത്തില്ല. അതിൻ്റെയും പഴയ കാലത്ത് ഓർക്കുന്നുണ്ടായിരിക്കും. ഈ മൊന്ത അവിടെ കാണും, അതിനകത്തുനിന്ന് കൈയും കാലും മുഖവും വായും ഒക്കെ കഴുകിയിട്ടേ അകത്ത് കയറാവുള്ളൂ. ഇറ്റ്സ് സോ റെലവെൻ്റ് അല്ലേ? ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ട്രഡീഷൻ ഇറ്റ്സ് സോ റിച്ച്. ഞാൻ ഏകദേശം 200 രാജ്യത്തോളം സുവിശേഷ നിമിത്തം പോയിട്ടുള്ള. അവിടെ എല്ലാം അവർ പറയുന്ന ഒരു കാര്യം, വി ഷുഡ് ഹാവ് ഫോളോഡ് ഇന്ത്യ, ദ ഈസ്റ്റ്. പക്ഷേ ദ ഈസ്റ്റേൺ കൾച്ചർ ആർക്കും പുച്ഛമായിരുന്നു. പക്ഷെ ഇപ്പം വന്ന് എല്ലാവർക്കും നമസ്കാരമായി, കയ്യും കാലും കഴുകണമെന്നായി. ഇറ്റ് ഈസ് അമേസിങ്. സോ ബ്രേക്ക് ദ ചെയിൻ സീരിയസ്ലായിട്ട് എടുത്താൽ വി ക്യാൻ കണ്ടെയ്ൻ ഇറ്റ്. ആൻഡ് കേരളാസ് ഹെൽത്ത് മിനിസ്റ്റർ, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈല മാം ഇസ് ഡൂയിങ് സച്ച് എ ഗുഡ് വർക്ക്. ലോകം പ്രശസ്ത കേരളത്തിന് അറ്റൻഷൻ വന്നു. നമ്പർ 1, കീപ് യുവർ സെൽഫ് ക്ലീൻ. വെളിയിൽ നിന്ന് വന്നാൽ കുളിച്ചേക്കണം, കൈ കഴുകുക, കുളിച്ചേക്കണം. ദാറ്റ്സ് ഗുഡ്. നമ്പർ 2, കറൻസിയും കാർഡും, ക്രെഡിറ്റ് കാർഡും ഈ കാർഡ്, ഇത് രണ്ടും. ഇത് എൻ്റെ ഫ്രണ്ട് ഷൈൻ, ഹീസ് വർക്കിംഗ് ഇൻ കോട്ടയം. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ആൾക്കാരോട് പറയണം, ഈ കറൻസിയും കാർഡ് പേയ്മെൻറ്റ്സും അവോയ്ഡ് ചെയ്തിട്ട് ഗൂഗിൾ പേയും പേടിഎം ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ ആ കറൻസി പോലും കൈകാര്യം ചെയ്യുന്നത് വളരെ വളരെ അതും അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് us break the chain and do whatever we can. കഴിഞ്ഞ ദിവസം I was feeling, it is time to raise up in prayer. പ്രാർത്ഥനയിലായിരിക്കണം. മാത്രമല്ല, it is time to help people. നമ്മൾ പാവങ്ങളെ സഹായിക്കണം. ആൻഡ് അവിടെയും ദ ഗവൺമെൻറ് ഈസ് ഡൂയിങ് വണ്ടർഫുൾ. എല്ലാ റേഷൻ കട വഴിയും, ഷാജി ആൽഫ, യു ആർ റൈറ്റ്, ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഗുഡ്. ദ ഗവൺമെൻറ് ഈസ് സപ്ലൈയിങ് റേഷൻ കട വഴി ബ്യൂട്ടിഫുൾ ഫുഡ് എല്ലായിടത്തും കൊടുത്തുകൊണ്ട്. ചില സ്ഥലത്തൊക്കെ
there were people who needed and we gave the food. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് റാന്നിയിലെ ആൾക്കാരുടെ എല്ലാം കണ്ണ് കുഴിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഫേക്ക് മെസ്സേജാണ്. ഫേക്കാണ്. അവരതൊന്ന് അവിടുത്തെ ഒരു മെമ്പർ ആവശ്യപ്പെട്ടു ആൻഡ് വി ഗേവ് ദ ഫുഡ്. അവരുടെ കണ്ണ് കുഴിഞ്ഞ് സോമാലിയാണോ? These are all fake messages which come out and don't bother about it. Let's break the chain. Now, കഴിഞ്ഞ ദിവസങ്ങളിൽ I started off by saying the inner chamber of God, the secret place of God. പലപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റ് it is such a Psalms 5. I'll read out Psalms 5. My voice you shall hear in the morning. O Lord, in the morning I will direct it to you. I will look up. കണ്ണാടി വെച്ചാലേ കാണുന്നതെന്നല്ല, കുറച്ചുകൂടെ തെളിഞ്ഞ് കാണും. പ്രായം ചെറുപ്പമായിക്കൊണ്ടിരിക്കുക. ഓക്കെ, എനിഹോ, ഇൻ ദ മോർണിംഗ് പല വിശുദ്ധന്മാരും they devoted the early morning. എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ, അതാണല്ലോ നമ്മുടെ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി. I encourage you, we call it the time alone with God. രാവിലെ എഴുന്നേറ്റ് directing my voice unto the Father. Directing my voice you shall hear in the morning. പിതാവേ, രാവിലെ എൻ്റെ ശബ്ദം നീ കേൾക്കും. And in the morning I will direct it to you. സങ്കീർത്തനം 5 മലയാളത്തിൽ it is in the morning I will, എൻ്റെ direction will be clear and I will look up. ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കും. Now, തല ഉയർത്തി നോക്കും. രാവിലെ പലപ്പോഴും നമ്മൾ ടൈം അലോൺ എന്ന് പറയുമ്പോൾ ബൈബിൾ റീഡിങ്ങിന് സമയം ചെലവഴിക്കാറുണ്ട്. 2, നമ്മൾ ബൈബിളിൽ അന്ന് കർത്താവ് സംസാരിച്ചത് എഴുതാറുണ്ട്. നൗ അനി അങ്ങനെ ഒന്ന് വായിച്ച് രാവിലത്തെ സങ്കീർത്തനം 5:3 എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച്. രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. രാവിലെ എന്നെ തന്നെ ഒരുക്കി നിനക്ക് വേണ്ടി കാത്തിരിക്കുക. പ്രാർത്ഥനയെ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ മോർണിംഗ് യു ഷാൽ ഹിയർ മീ ഇൻ ദ മോർണിംഗ്. O Lord, in the morning I will direct it to you. എൻ്റെ ഫസ്റ്റ് സംസാരം it will be in him. Now, പലപ്പോഴും ബൈബിൾ സ്റ്റഡി ആൻഡ് നമ്മൾ ജേർണൽ ചെയ്യുന്നത് പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ വരും. ഞാൻ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. വാസ്തവം അതാണോ? അല്ല. A living Christ, a living Jesus, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഇരിക്കുക. ആൻഡ് he is waiting for you to wake up. ഓർത്ത് നോക്കിക്കേ, രാവിലെ നമ്മളിങ്ങനെ എഴുന്നേറ്റാൽ പിന്നെ സംസാരം തുടങ്ങാൻ ഉത്സാഹത്തോടെ ഇരിക്കുന്ന ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. ഞാനൊക്കെ ഈ വീട്ടിൽ ലേറ്റായിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ പിള്ളേർ കുഞ്ഞായിരിക്കുമ്പം അവരോട് വർത്താനം പറയണം. അപ്പം അവർ ഉറങ്ങി. അപ്പം അനിയൊക്കെ ഒരു വിധത്തിലായിരിക്കും പിള്ളേരെ ഉറക്കിയത്. ഞാൻ പറയും വേണ്ട എനിക്കൊന്ന് ജസ്റ്റ് കാണാം, അവരെ എഴുന്നേപ്പിച്ച് എന്നെ കൊണ്ടുപോലെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കച്ചിലും ദേ ആർ വെരി ഹാപ്പി കേട്ട് പിന്നെ അവരെ ഉറക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എഴുന്നേൽക്കാനും നമ്മളോട് കൂട്ടായ്മ ആചരിപ്പാനും കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോഴാണ് നമ്മൾ ബൈബിൾ റീഡ് ചെയ്തു. കർത്താവ് ഇന്നത്തെ എനിക്ക് വണ്ടി വേണം, ഇത് വേണം, അത് വേണം എന്നൊക്കെ യേശു പറയാം. ഇതൊക്കെ ചോദിക്കുന്ന മുമ്പേ എനിക്കറിയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം. പക്ഷേ ജസ്റ്റ് ടോക്ക് ടു മീ, കം ഓൺ ടോക്ക് ടു മീ. ദാറ്റ് അതാ മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കൂട്ടായ്മ ആചരിക്കുമ്പോൾ യേശു നോക്ക്, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യം.
രക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവം ആരാന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വഴികൾ നമുക്കറിയാൻ പറ്റത്തില്ല. നമ്പർ 2, രക്ഷിക്കപ്പെടേണ്ടത് നിത്യജീവൻ, സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാകും. യേശു പറഞ്ഞത് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണത്തില്ല. വെള്ളത്താലും ആത്മാവിനാലും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നേരത്തെയുള്ള എൻ്റെ മെസ്സേജിനകത്തുണ്ട്. നൗ ബീയിങ് ബോൺ അഗെയിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറയുമ്പം അത് വെറും എന്നാ പറയുന്നത് ഇളക്കം, ഇമോഷനല്ല. ഇറ്റ്സ് എ റിയാലിറ്റി. യു ആർ ഫിൽഡ് വിത്ത് ഹിം. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി മാറും. അതാണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഹോളി സ്പിരിറ്റ്, ജസ്റ്റ് ഇമാജിൻ, I can already feel him talking over here. Holy Spirit living in us. Baptism of the Holy Spirit, guidance of the Holy Spirit. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം രുചിക്കാൻ പറ്റത്തില്ല. 2, ദൈവം ആരാന്ന് നമുക്കറിയത്തില്ല. ആത്മാവാണ് ദൈവമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ പറ്റത്തില്ല. 3, ദൈവത്തിൽ നിന്നും കേൾക്കുവാനും പറ്റത്തില്ല. ഇറ്റ് ഇസ് ബൈ ദ ഹോളി സ്പിരിറ്റ്. Now വീണ്ടും ജനനം അത്യാവശ്യമാണ്. 2, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അത്യാവശ്യം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണയാണ്. 1, ഇത് പെർഫെക്റ്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയ അല്ല. 1, എന്താണ് അതിൻ്റെ കാറ്റഗറി? 1, പരിശുദ്ധാത്മാവ് ആർക്ക് വേണ്ടിയാണ്? 1, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക്. Anyone who says, Jesus, wash me with your precious blood, you are the candidate for the Holy Spirit. Number 2, ഇത് യേശു പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ പിതാവ് അയച്ചത്. So number 2, he prayed. So it makes me eligible. I am eligible for the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്പർ 1, വീണ്ടും ജനിക്കണം. 2, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യമുണ്ടാകും. അതിനുവേണ്ടിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഐ ലവ് ദാറ്റ് വേർഡ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം, 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. ഐ വിൽ റീഡ് ഇറ്റ് ഔട്ട്. 1 കൊരിന്ത്യർ. ആൻഡ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, by whom you were called into the fellowship of his son, Jesus Christ our Lord. അപ്പം എന്തിനു വേണ്ടിയാണ് വീണ്ടും ജനിപ്പിച്ചത്? To have fellowship. And that is what I am speaking. Fellowship. അപ്പം വീണ്ടും ജനനവും പരിശുദ്ധാത്മാവും എത്ര അത്യാവശ്യമാണോ അത്രയും തന്നെ അത്യാവശ്യമാണ് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. ആൻഡ് ബിലീവ് മീ, എവ്രി മോർണിംഗ്, ഓരോ ദിവസവും രാവിലെ, പഴയ പാട്ടുകളൊക്കെ ഇല്ല, അതിരാവിലെ തിരുസൻ, എല്ലാം രാവിലെ എഴുന്നേറ്റ് wake up in the morning and spending the most valuable, alert ആയിരിക്കും. It will be the time you are fresh, and that is the time where യേശു പറയാ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ കൂട്ടായ്മ ആചരിക്കാൻ വരുമ്പോൾ അറ അടച്ചിടും, ക്ലോസ് ദ ഡോർ. അല്ലേ? മത്തായി സുവിശേഷത്തിൽ പറയാം 6-ാം അധ്യായം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കയറണം. എന്നിട്ട് പറയാ, ഫാദർ ഹു ഇസ് ഇൻ ദ സീക്രട്ട് പ്ലേസ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം, മത്തായി സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 6 ചില വാക്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്യണമെങ്കിൽ 6 റോമർ 5 this is very easy to memorize. Now here യേശു പറയാം, but you when you pray. മലയാളത്തിൽ എങ്ങനെയാണ് ഒന്ന് വായിച്ച്? അറയിൽ കടന്ന് അരയ്ക്കകത്ത് പ്രവേശിച്ച് വാതിൽ അടച്ച് രഹസ്യത്തിൽ ഉള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇതിനകത്ത് ഹൂ ഈസ് ഇൻ ദ സീക്രട്ട് പ്ലേസ്. ഹൂ ഈസ് ഇൻ ദ സീക്രട്ട് പ്ലേസ്? പിതാവ് എവിടെ ഇരിക്കുന്നത്?
ആ എന്നാ പറയേണ്ടത്, രഹസ്യ സ്ഥലത്ത് വസിക്കുന്നവൻ. അത് 91-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നത്, ഹീ ഹു ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്ന് പറയുന്ന, ആ മറവ് എന്ന് പറയുന്ന ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ സീക്രട്ട് പ്ലേസ്. കാര്യം എന്താ? ഇതൊരു സീക്രട്ടാ, എല്ലാവർക്കും അറിയത്തില്ല. നോ വൺ നോസ് ദാറ്റ് ദെയർ ഈസ് എ പവർ ഹൗസ് ദെയർ അവൈലബിൾ. വീണ്ടും ജനിച്ചവർ പോലും, രക്ഷിക്കപ്പെട്ടവർ പോലും രാവിലെ എഴുന്നേറ്റു 2 സങ്കീർത്തനം വായിച്ചു സ്ഥലം വിട്ടു. അവർ ഓർക്കുന്നത് ദൈവമായിട്ടൊരു ബന്ധമായി. അല്ലല്ലല്ല, ഹി വാണ്ട്സ് ടു കം, യു വാണ്ട് ടു കം, ക്ലോസ് ദ ഡോർ. ആ സമയത്ത് എല്ലാം വാതിലും അടയണം. ഇറ്റ് ഈസ് ഞാനും എൻ്റെ പിതാവും. ഞാൻ പിതാവിനോട് എൻ്റെ ചലഞ്ചസ് പറയും, പിതാവ് അതിൻ്റെ മറുപടി പറയും. പല കാര്യത്തിലും ഞാൻ മറുപടി പറയാത്തത് പിതാവ് മറുപടി പറയാനായിട്ട് വെയിറ്റ് ചെയ്യും. ആൻഡ് ഹി ഡസ് ഇറ്റ് വെരി വെരി ബ്യൂട്ടിഫുള്ളി. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ എത്ര പേര് ആ വാക്ക് സീരിയസ്ലി എടുക്കുന്നുണ്ട്? യേശുവിനെ കൂടാതെ നമ്മൾ പലതും ചെയ്യുക. വി ആർ ഫിനിഷിങ് എ ജോബ്. രാവിലെ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ എന്നാ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടോ? ഒരു കുഴപ്പമില്ല. ബൈബിൾ വായിച്ചില്ല കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷേ യു ആർ എംപവേർഡ്, യു ആർ ഫിൽഡ് വിത്ത് കോൺഫിഡൻസ്. അതാ ഈ അറയിൽ കയറി പ്രവേശിച്ച് അടയ്ക്കുക. ആ സമയത്ത് വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ദിസ് ഈസ് ദ ടൈം ഓഫ് ഇൻറ്റിമസി വിത്ത് ജീസസ്, വേർ യു പോർ യുവർ സെൽഫ്, ഹി പോർസ് ഹിംസെൽഫ് ഇൻ ടു അസ് ആൻഡ് ഡ്രസ്സസ് യു. ടൈം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ ഇന്നർ ചേംബർ എന്ന് പറഞ്ഞു വരുന്നത്, ഇറ്റ് ഈസ് ദാറ്റ് അവിടെയാണ് ദ കോൺഫിഡൻസ് കംസ്. അവിടെ ഹി ഡ്രസ്സസ് യു അപ്പ്. യേശു എന്താ ചെയ്യുന്നത്? ഹി തന്നെ ഉടുപ്പിക്കുക, വസ്ത്രം ഉടുപ്പിക്കുക, നമ്മളെ റെഡിയാക്കുക ബൈ പോറിങ് ഹിസ് ലവ്, കോൺഫിഡൻസ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബട്ട് ദർ ഷുഡ് ബി എ സ്റ്റിൽ അവർ. നമ്മൾ അങ്ങോട്ട് പറയാൻ മാത്രമല്ല, സ്റ്റിൽനെസ്. വേർ അതായിരുന്നു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞത്, വേർ ദ ഡീപ്പ് സ്പീക്സ് അൺടു ദ ഡീപ്പ്. ഡീപ്പ് സ്പീക്സ് അൺടു ദ ഡീപ്പ്. ആഴത്തോട് സംസാരിക്കും. നമുക്ക് സ്പിരിറ്റ്, അത് 42-ാം സങ്കീർത്തനം ഇന്ന് ഞാൻ എഴുതിയത് രാവിലെ. ആ 42-ന്റെ 6-7 വായിക്കാമല്ലോ. മാൻ നീർത്തോടനായി കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ്, ദ സോൾ നോക്ക്, നമ്മുടെ അകത്തെ മനുഷ്യൻ, സ്പിരിറ്റ് വീണ്ടും ജന്മം കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് വെരി വെരി പെർഫെക്റ്റ്. മൈൻഡ്, ആ സോൾ എന്ന് പറയുന്നത് റിന്യൂവൽ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, ബൈബിൾ വായിക്കണം. പക്ഷേ നമ്മുടെ ബന്ധം ബൈബിൾ വായിക്കുമ്പോൾ ഈ ബൈബിളിൽ പറയുന്ന വ്യക്തിയായ ഉയർത്തെഴുന്നേറ്റ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട്. ആഴത്തോട്. ആ മലയാളത്തിൻ്റെ ബ്യൂട്ടിഫുൾ വേർഡാണ് മലയാളം. വായിച്ചേനി, നിന്റെ നീർച്ചാട്ടത്തിൻ്റെ നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം. ഇറ്റ് ഈസ് ഡീപ്പ് സ്പീക്കിംഗ് അൺടു ദ ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അകത്തെ മനുഷ്യൻ, ആത്മാവും. ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ദ സ്പിരിച്വൽ. പൗലോസ് ഇത് മനോഹരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാണ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയാം, അങ്ങയുടെ മഹത്വത്തിൻ്റെ ധനത്തിന് തക്കമാണ്, അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് യുവർ ഗ്ലോറി സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ. എൻ്റെ അകത്തെ മനുഷ്യനെ അങ്ങ് ബലപ്പെടുത്തണമേ വിത്ത് മൈറ്റ്. നൗ ഒരു കാര്യം വീണ്ടും ഞാൻ പറയാം, എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ലോകത്തെ നേരിടുന്നത് എനിക്ക് ഭയമാണ്, കർത്താവിനെ കാണാതെ. ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് ടൈം
when I get empowered. It is that time, ആ രഹസ്യത്തിൽ കർത്താവുമായിട്ടിരിക്കുന്ന സമയം. ഈ 42-ാമത്തെ സങ്കീർത്തനത്തിൽ തുടങ്ങുന്നത് മാൻ നീർത്തോടനായി ദാഹിക്കുന്നത് പോലെ, ആസ് ദ ഡിയർ പാന്റ്സ് ഫോർ ദ വാട്ടർ, സോ മൈ സോൾ. അങ്ങനെ ഒരു പാട്ടില്ലേ, ആസ് ദ ഡിയർ panteth for the water, so my soul longs for thee. ആ ലോങ്ങിങ്നെസ് നമ്മുടെ അകത്തില്ലെങ്കിൽ, കൊരിന്ത്യർക്ക് ഇത് ലേഖനം പറയാം, ഗ്രോണിങ് അകത്ത്, കർത്താവില്ലാത്ത ഗ്രോണിങ്, കർത്താവിൻ്റെ ബലം പ്രാപിക്കാതെ, കർത്താവിൽ നിന്നും ശക്തി കിട്ടാതെ, ഐ എം യൂസ്ലെസ്, ഷട്ടിങ് ഡൗൺ ദ ഇന്നർ ചേംബർ. ഓ വാവ്, again തൊടാവുന്ന സാന്നിധ്യം, it's happening wherever you are being enveloped by the glory of God. ആ സോൾ, മനസ്സ് അങ്ങോട്ടൊക്കെ നോക്കുക. അവിടെ the psalmist says, as the soul longs, you alone, കർത്താവ് നീ മാത്രമാണ് എൻ്റെ ശക്തി. ഈ ദാഹിച്ച് വരണ്ട് നടക്കുന്ന മാൻ ആ നടക്കുന്ന സമയത്ത്, ഈ മലയാളത്തിൽ അതിൻ്റെ എന്താ വാക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മിറാഷ്, ഈ നല്ല ചൂട് വേനൽ സമയത്ത് നമ്മൾ പോകുമ്പോൾ ദൂരെ വെള്ളം കിടക്കുന്നത് പോലെ കാണും. അതിന് മലയാളം വാക്ക് മിറാഷ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അടുത്തെത്തുമ്പം ഒന്നുമില്ല. അപ്പം ഈ മാൻ ദാഹിക്കുക, ആൻഡ് ഹി ഈസ് ഗോയിങ് ഫ്രം വൺ പ്ലേസ് ടു ദി അതർ പ്ലേസ് ടിൽ ഹി ഫൈൻഡ്സ് ദ റിസർവോയർ. ശരിക്കുള്ള ആ സ്രോതസ് കിട്ടുന്നത് വരെ. ഞാൻ പറയാം, ലോകത്തിന് നമുക്ക് തരാനുള്ളത് മുഴുവൻ മിറാഷ് എന്ന് പറഞ്ഞാൽ, കണ്ടാൽ വെള്ളമാ, നല്ലതാന്ന് തോന്നും, പക്ഷേ നത്തിങ്. I'll tell you, എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ പറയാം, nothing can satisfy us except the love and intimacy with Jesus Christ. യേശു ക്രിസ്തുവുമായിട്ട് ആ പ്രണയബന്ധം, യേശു ക്രിസ്തുവിൽ നിന്നും ആ ജീവൻ, ആ കൊമ്പിൻ്റെ മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ജീവൻ ഇല്ലെന്ന് പറയുന്ന ഇറ്റ് ഈസ് we are drawing the life out of him. അതാ പത്രോസ് പറഞ്ഞത്, ഹിസ് ഡിവൈൻ നേച്ചർ, തൻ്റെ ദിവ്യ സ്വഭാവം, ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും ദാനമായി തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നമ്മൾ ഓടുക. ആ ശമര്യക്കാരിയെ പോലെ, ശമര്യക്കാരി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ താൻ വെള്ളത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആ വെള്ളത്തിന് വേണ്ടി വന്നിരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് കുടിച്ചാൽ വീണ്ടും ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്നത് ദാഹം ഒരിക്കലും പിന്നെയും വരത്തില്ല. മീനിങ് ടു സേ, ആൻഡ് ഷീസ് അവളോട് ചോദിച്ചു, ഭർത്താവിനെ കൊണ്ട് പറഞ്ഞു 5 ഭർത്താവ്. അതെ, 5ാമത്തത് ഭർത്താവല്ല. മീനിങ് ടു സേ, ഇറ്റ് ഈസ് സേയിങ് ദാറ്റ് ഷീ ട്രൈഡ് ഔട്ട് മെനി തിങ്സ്. പല കാര്യങ്ങളും അവർ അന്വേഷിച്ചു, പക്ഷേ ദാഹം മാറുന്നില്ല. ഇനിയും അത് വേണം, ഇത് വേണം. ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഓർക്കും അത് നല്ലതായിരിക്കും, ഇത് നല്ലതായിരിക്കും, അത് വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു. അതുകൊണ്ടാണല്ലോ ധൃതി. ബട്ട് ദ ഡേ യു റിയലൈസ്, ഞാൻ പറയാം, ഏത് ദിവസം നിങ്ങൾക്ക് മനസ്സിലാകുമോ ദാറ്റ് ദ ട്രൂ സോഴ്സ്, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും ജീവിക്കുന്ന ജലത്തിൻ്റെ നദികൾ, ആ നദിയുടെ സ്രോതസ് യേശുവാണ് മനസ്സിലായെന്ന വരെ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കും. യേശുവാണ് ഈ സ്രോതസ് എന്ന് മനസ്സിലായാലോ, ഓ ഐ വിൽ നെവർ ഗെറ്റ് ഔട്ട് till I have a private meeting with the president. രാവിലെ എഴുന്നേറ്റ് എൻ്റെ പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നു. കഥകളെല്ലാം അടച്ച്, അല്ലേ, നമ്മൾ ഒരാളുമായിട്ട് പ്രൈവറ്റ് ഇൻറ്റിമേറ്റ് ടോക്ക് ചെയ്യാൻ പോവാം. ആൻഡ് ഹീസ് വെയിറ്റിംഗ്. ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിലെ ആ 1 minute ചെറിയ മെസ്സേജിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ചെറുപ്പത്തിൽ രാവിലെ കട്ടിലേന്ന് എഴുന്നേൽപ്പിച്ച് സ്കൂളിലോട്ട് അങ്ങ് വിടുക. ആ കട്ടിലേന്ന് എഴുന്നേൽപ്പിച്ച് കട്ടിലങ്ങ് ഇരിക്കുമ്പം സോക്സ് ഇടിക്കുന്നു,
പാൻറ്റൊക്കെ പിടിച്ചിടിക്കുന്നു, ഷർട്ട് ഇടിക്കുന്നു, ടൈ ഇടിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് വായിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാനിതിനകത്ത് മെനക്കെട്ടിട്ടില്ല. അനി പിള്ളേരെ അതിൻ്റെ ഇടയ്ക്ക് ദേഷ്യം വരുമോ? പക്ഷേ കൊച്ചിനെ ഒരുക്കി ലോകം. അപ്പോൾ കൊച്ചിന് സ്കൂളിൽ പോകണ്ട, ഇല്ല മോനെ മോൻ വരുമ്പോഴത്തേക്ക് മുട്ടായി തരാം, മോനെ നല്ലതാ, അവിടെ അത്ര കളിപ്പാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രലോഭിപ്പിച്ചാണ് വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് അപ്പ് ടു ഗോ ടു എ പ്ലേസ് വിച്ച് ഈസ് ഇമ്പോസിബിൾ. ഫിയർ, ഭയം, അത്യാവശ്യം എനിക്ക് ഇഷ്ടമില്ല, സ്കൂൾ ഇഷ്ടമില്ല, പക്ഷേ അവിടെ ഡ്രസ്സ് ചെയ്ത് വിടുന്നത് പോലെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഡ്രസ്സ് ചെയ്ത് വിടുന്നത് പോലെയാണ് സീക്രട്ട് പ്ലേസിൽ യേശുവുമായിട്ടിരിക്കുമ്പോൾ ഹീ ഈസ് ഡ്രസ്സിങ് യു അപ്പ്. പിതാവേ, ഇന്ന് എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ നാളെ ഈ വിഷയമുണ്ട്, ആ വിഷയമുണ്ട്, പല കാര്യങ്ങളുണ്ട്. യേശു പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാനാ നിന്റെ ദൈവം. ഫിയർ നോട്ട്, ഫോർ ഐ എം യുവർ ഗോഡ്. എൻ്റെ നീതിയുള്ള വലങ്കരം നിന്നെ റൈച്ചസ് വിൽ അപ്ഹോൾഡ് യു അപ്പ്. വാട്ട് എ പ്രോമിസ് അല്ലേ? ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാനൊരു പ്രോഫറ്റിക് അട്രൻസ് ആയിട്ട് പറയാം, ഗോഡ് വിൽ ഹോൾഡ് യു അപ്പ് ഇൻ എവറി സിറ്റുവേഷൻ. ഞാൻ ഇരിക്കുന്ന ആൾ അതിൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാത്ത പല കാര്യത്തിനും. ഒരു കാര്യത്തിനും ഞാൻ ചിലതൊക്കെ ആ സമയത്ത് ഇന്ന് തന്നെ നിങ്ങൾക്കറിയാം, ഫേസ്ബുക്കിൽ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തു. ഐ ഗിവ് വാല്യൂ ടു തിങ്സ് വിച്ച് ആർ ഇറ്റ്സ് നോട്ട് ട്രൂ. ചുമ്മാ ഫേക്ക്. ഐ എം നോട്ട് അറ്റ് ഓൾ ബോതേർഡ് അബൌട്ട് ഇറ്റ്. അതിൻ്റെ കാരണം ഐ ഹാവ് സീൻ ദ ടച്ച് ദ ഗ്രേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വൈ ഷുഡ് ഐ ഗോ ഡൗൺ? ആ ഉയരത്തിൽ ആ കർത്താവ് നമ്മളെ ഇരുത്തിയിരിക്കുന്നു. ആ ഉയരത്തിൽ ഹി ബിൽഡ്സ് യു അപ്പ്. ചമയ്ക്കും. നോക്ക്, അവിടെ യേശു പറഞ്ഞ വാക്കുണ്ട്, ശലോമോൻ തൻ്റെ കാലത്ത് എത്ര ബെസ്റ്റായിട്ടാണ് ചമച്ചത്. എന്നാൽ പുല്ലിനെ നോക്ക്, ദൈവം അതിനെ ചമയ്ക്കുക. എന്ത് രസമാ പുല്ല്! സ്വയമേ ചമയ്ക്കുകയല്ല, ആ ഇന്നർ ചേംബറിനകത്ത് ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ ചമയ്ക്കുക. കോൺഫിഡൻസിനാൽ ഡ്രസ് ഉടുപ്പിക്കുക, ഷൂ എടുപ്പിക്കുക, മേക്കിംഗ് യു സ്മാർട്ട് ടു ഫേസ് ദ വേൾഡ് ആൻഡ് എനി സിറ്റുവേഷൻ. പക്ഷേ again it is an exchange, deep speaking unto the deep. The Holy Spirit, ദൈവം തൻ്റെ അവൻ്റെ നിറവിൽ നിന്നും ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ചില ദേവദാസന്മാർ നമ്മുടെ തലയിൽ കൈവെക്കുമ്പോൾ ഇതാണ്ട് ഭയങ്കര സംഭവം നടക്കും. അല്ല, ഒരാൾക്കും ഒരു മനുഷ്യനും നിങ്ങളെ നിറയ്ക്കാൻ പറ്റത്തില്ല. ഒരു ആളും സ്പെഷ്യൽ അല്ല. പക്ഷേ നിറയ്ക്കുന്നവനൊന്നുണ്ട്. അവൻ്റെ നിറവിൽ നിന്നും കൃപമേൽ കൃപ നിറച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. സീക്രട്ട് പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് ഇന്നർ ചേംബർ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടായ്മ ഏർലി മോർണിംഗ് ഐ വിൽ ഡയറക്റ്റ് മൈ വോയിസ് ടു യു. രാവിലെ കണ്ണ് തിരുമ്മി എഴുന്നേറ്റ് വരുമ്പം ഐ ഡോണ്ട് വോണ്ട് ടു ഈവൻ സീ മൈ ഫേസ്. ഐ വോണ്ട് ടു സീക്ക് ദ ഫേസ് ഓഫ് ജീസസ്. ദാറ്റ് ഈസ് ലവ്, ദാറ്റ് ഈസ് ഇൻറ്റിമസി. വേർ വേർഡ്സ്, വാക്കുകൾ നിന്ന് പോകും. ഞാൻ എത്ര പറഞ്ഞാലും ദാറ്റ് ഇൻറ്റിമസി ഓഫ് ക്രൈസ്റ്റ് ഈസ് സോ ഗ്രേറ്റ്. ഏതിനെയും നേരിടാനുള്ള ധൈര്യം. ഹിസ് വേർഡ്സ് ബിക്കം ലൈഫ്. ജസ്റ്റ് ഇമാജിൻ ദ ലിവിങ് ക്രൈസ്റ്റ്. തൽസമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ കൃപസിംഹാസനം മുൻപാകെ വരാം. ഒരു ഭീതി വേണ്ട, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വേണ്ട. അവിടെ ആ കൃപാസിംഹാസനത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയും ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ക്രിസ്തുവുണ്ട്, ജീസസ്. And the moment you lock that door, that intimacy one-to-one starts to happen.
താങ്ക് യു പിങ്കി ഫോർ ദ വേർഡ് ഇൻറ്റിമസി. ജോൺ 1:16 അവൻ്റെ നിറവിൽ നിന്ന് ഹി സ്റ്റാർട്ട്സ് ഫില്ലിങ് യു എവറി സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്നറിയാൻ തുടങ്ങും. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങളെ പിന്നെ ഫോക്കസ് ചെയ്യത്തില്ല. There is a higher life that is waiting for you and me. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ നാളെ മുതൽ ഐ വിൽ ട്രൈ ഡൂയിങ് one ബൈബിൾ സ്റ്റഡി വിത്ത് യു എവറി ഡേ. അതാണ് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ Isn't God beautiful? It is beautiful. ബഹറിനി വരുന്നില്ല, ബഹറിനി ആരും കേട്ടുന്നില്ല. Hallelujah. Romans 1 and verse 21. Because although they knew God, they did not glorify him as God. എന്തുകൊണ്ടാണ് ഈ ഇൻറ്റിമസിലോട്ടും നിറവോട്ടും വരാതെ? ഒന്ന്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ബിഗിൻ. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് മെസ്സേജ് ഓൾ ടുഗെദർ. ദാറ്റ് യു ഷുഡ് നോട്ട് ലൈ. നുണ പറയരുത്. നുണ എന്ന് പറയുന്നത് മരണത്തിൻ്റെ വാക്ക്, സത്യം ജീവന്. യേശു പറഞ്ഞത് ഞാൻ പറയുന്ന വാക്ക്. യോഹന്നാൻ സുവിശേഷം 6:63. The words that I speak is life, spirit and it will guide life. നമ്മൾ നുണ പറയുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ ഹൃദയം നമ്മളോട് പറയുന്നുണ്ട് ഇത് നുണയാണ്, വായോട് പറയുന്നത് ഇപ്പം ശരിയല്ല. നമ്മൾ അതിനെ സപ്രസ് ചെയ്തിട്ടായി നുണ പറയുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് വിശ്വാസം വരാത്ത കാര്യം എന്താ? ഹൃദയം ഇൻവോൾവായി, ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യും. മരണം ജീവന് നമ്മുടെ വായിലായിരിക്കും. സോ ആ ഫെയ്ത്ത് നമ്മുടെ പോകുന്നതിൻ്റെ കാരണം ഒന്ന്, ചെറിയ ചെറിയ കാര്യത്തിന് പോലും നമ്മളങ്ങ് ഇല്ലല്ലോ, വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു, ഇല്ല ഇറങ്ങിയിട്ടില്ല, കുളിക്കാൻ പോലും പോയില്ല, റെഡി പോലും ആയിട്ടില്ല. നെവർ ഡു ഇറ്റ്. ട്രൈ ആസ് മച്ച്. ഇന്ന് നിങ്ങൾ ഓർക്കും, എന്നാലും ആ നോള പറയേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ. ഹോളി സ്പിരിറ്റ്, യുവർ ഹെൽപ്പർ ഇസ് ദെയർ. പരിശുദ്ധാത്മാവ് എന്നോട് പറയണം, പരിശുദ്ധാത്മാവ് സത്യം പറയാൻ എന്നെ പഠിപ്പിക്കണം, സത്യത്തിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. സത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്. നുണ പറയരുത് ഒരിക്കലും. ഛേദം വന്നാലും അത് ഇഫ് യു സ്പീക്ക്, വാട്ട് ഹാപ്പൻസ്? യു ബിക്കം സ്ട്രോങ്. പിന്നെ പറയുന്നത് സൃഷ്ടിക്കുന്ന കഴിവുള്ള വാക്കുകളായിരിക്കും. Now, why is not everyone in the fullness of God? Number 1, ഒന്നാമത്തെ വാക്ക് റോമൻ 1:21. Because all they knew God. അവർ ദൈവത്തെ അറിഞ്ഞവരാണ്. ഞാനിത് അറിയാൻ മേലാത്തവരെ അല്ല എഴുതിയിരിക്കുന്നത്, അറിയാവുന്നവർ, ദൈവത്തെ അറിയുന്നവരായത്. എന്നാൽ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിനകത്ത് വരുന്ന വാക്ക്, അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തില്ല. മഹത്വം, ഗ്ലോറിഫൈ എന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്തില്ല. ദൈവത്തിന് അവർ ദൈവത്തെ, താങ്ക് യു ധന്യാജി, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ? നമ്പർ 1, മഹത്വീകരിച്ചില്ല. മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വില കൊടുക്കുക, ഇമ്പോർട്ടൻസ്. താങ്ക് യു ആനി തോമസ്. When they knew God, they did not glorify him, nor they did not give value to God. Or ദൈവത്തിന് വില കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കുക, ദൈവത്തിൽ നടത്തുന്നവർക്ക് വില കൊടുക്കുക. It's such a important thing. What do you value? നിങ്ങൾ ആർക്കാ വില കൊടുക്കുന്നത്? മനുഷ്യൻ പറയുന്ന വാക്കിനാണ്. നിങ്ങൾ മനുഷ്യൻ പറയുന്ന വാക്കിന് വില കൊടുത്താൽ ഉള്ള ദോഷം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ അങ്ങനെയല്ല, ഞാൻ നല്ലതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് 2008 ഇത്രയും
വിഷയങ്ങളുടെ ഇടയിൽ പലരും എന്നോട് പറഞ്ഞു, നമുക്കൊരു പത്രസമ്മേളനം നടത്തി പറയാം നമ്മൾ നല്ലവരാണ്, നമുക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്തിനാ, ഐ ഡോണ്ട് ഗിവ് വാല്യൂ. സിൻസിയർലി ഐ ഡോണ്ട് ഗിവ് വാല്യൂ. എൻ്റെ കൂടെ നടക്കുന്ന പലർക്കും ഇത് ഭയങ്കര ചില സമയത്തൊക്കെ അവർക്ക് ദേഷ്യം വരും. പക്ഷേ വി ഡോണ്ട് ഗിവ് വാല്യൂ. വൈ? നമ്മുടെ മലയാളത്തിൽ നല്ല പഴഞ്ചൊല്ലുണ്ട്, തലയുള്ളപ്പം വാലാടണ്ട. എനിക്കൊരു തലയുണ്ട്, എൻ്റെ തല ക്രിസ്തുവാണ്, യേശുവാണ്. ആ യേശു എൻ്റെ യേശുവിനെ അറിയാൻ മേലാത്ത കാലത്ത് ഞാൻ ഒത്തിരി നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് നൊമ്പരപ്പെടുത്തട്ടെ. I love him so much. I love Jesus so much. I don't want to hurt him. Now, giving value to God means ദൈവത്തെ അറിഞ്ഞവർ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഉണ്ടെങ്കിൽ തൻ്റെ ഓരോ വാക്കും വിലപ്പെട്ടതാണ്. നമുക്ക് താൻ പറഞ്ഞൊരു വാക്കാ, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവനിലേക്ക് ഇട്ടുകൊള്ളുക. സകല ചിന്താകുലവും ഇടാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ച് ഞാനോട് ചുമക്കണമെന്നാണോ? വിച്ച് മീൻസ് യു ആർ ഗിവിങ് വാല്യൂ ടു ദാറ്റ് ഇൻസിഡൻറ്റ്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കുക. ദൈവത്തിന് വില കൊടുക്കേണ്ടി വരും. വാല്യൂയിങ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരവും പരിശുദ്ധാത്മാവ് നിങ്ങളിലും വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വപ്പെടും എന്ന് പറഞ്ഞാൽ എന്നാ? ഗിവ് വാല്യൂ ടു ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് ഈസ് എനഫ്. യെസ് സിസ്റ്റർ ആനി, വെരി ഗുഡ് ഡിസിഷൻ. ആൻഡ് ഐ വിൽ ടെൽ യു, യു വിൽ ബി ഫ്ലഡഡ് വിത്ത് കേസസ്. എനിക്കറിയാവുന്ന ഇന്ന് ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജ് ഹു ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. He never takes cases where he has to lie. Never used to take. I don't want to name him. He never lied. ഓരോ കേസ് എൻ്റെ എൻ്റെ പിന്നിൽ അയാളുടെ സ്വഭാവം മുഴുവൻ അന്വേഷിച്ചിട്ടേ അയാൾ കേസ് എടുക്കത്തുള്ളൂ. വെരി ഗുഡ് ആനി തോമസ്, വെരി ഗുഡ്. ആൻഡ് ഐ വിൽ ടെൽ യു, യു വിൽ ഓൾവേസ് പ്രിവെയിൽ. ട്രൂത്ത് പ്രിവെയിൽസ്. അതാണല്ലോ ഇന്ത്യയുടെ എംബ്ലത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു സാധനം. സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന സത്യമേവ ജയത്തെ. സത്യം എപ്പോഴും ജയിക്കും. സത്യം പറയുമ്പം, സത്യത്തിൽ നിന്ന് വേണ്ടി നിൽക്കുമ്പം ചിലപ്പം നമുക്ക് തോന്നിപ്പോ എന്തിനാ ഇതും ചെയ്യുന്നത്, കുറച്ചൊക്കെ വളഞ്ഞ വഴി വേണ്ട, അവിടെ നിന്നേ. I'll tell you, no one will be able to stand before you. That's the word. Now, coming back, glorifying God. ദൈവത്തിന് വില കൊടുക്കണം. ദൈവത്തിന് വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പറഞ്ഞ വാക്കിന് വില. ഞാൻ അഭിമുഖീകരിക്കാം. ചില പറയും, അയ്യോ തങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഇന്ന വിഷയമാണോ വലുത്, അതോ എന്നെ നടത്തുന്ന ദൈവമാണോ വലുത്? ഐ വിൽ ഗിവ് വാല്യൂ ഓർ അറ്റൻഷൻ. ഞാൻ ആർക്കാ അറ്റൻഷൻ കൊടുക്കുന്നത്? വിഷയത്തിനല്ല. എന്നെ നടത്തുമെന്നവൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ഭ്രമിച്ചു നോക്കണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഏത് വലിയ വിഷയമായിക്കോട്ടെ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, നമ്മൾ തന്നെ ചിന്തിക്കണം, ആർ വി ഗിവിങ് അൺഡ്യൂ വാല്യൂ ടു എനിത്തിങ് എൽസ് ദാൻ ജീസസ്? യേശുവിനല്ലാതെ മറ്റേതിനും വാല്യൂ കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് രാവിലെ ആ സീക്രട്ട് പ്ലേസിൽ കയറാൻ മടി. ആ ഇന്നർ ചേംബർ, I have been there every day, even today morning. In the Ravale, when I was with him, I read a word, and that word is, I will keep my mercy for him forever. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എനിക്ക് വേണ്ടി കരുണ സൂക്ഷിച്ചു വെക്കും, ചെലവാക്കി കളയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കരുണ വേണം. കർത്താവേ, തെറ്റിപ്പോയി, കരുണ, mercy. Hallelujah. He is so wonderful. But give value. എന്തുകൊണ്ടാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ആ ജോലി തീർക്കലാകുന്നത്? ബിക്കോസ് വി ഡോണ്ട് ഗിവ് വാല്യൂ. ഇതൊന്ന് വായിച്ചേ.
ഇതിൻ്റെ കൂടെ ഇത് വായിച്ച് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് close your eyes, shut the door, tell it to everyone, I am in the inner chamber. നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബ് ബോർഡ് എടുത്തില്ലേ, ഇവിടെ ഇടണം ഡു നോട്ട് ഡിസ്റ്റർബ്. മൊബൈൽ സൈലൻറ്റിലാക്കണം. എവ്രിതിങ് ദർ ഇസ് സ്റ്റിൽനെസ് ഇൻ ദ ഇന്നർ ചേംബർ. പഴയ നിയമത്തിൽ മോശയോട് ദൈവം സമാപന കൂടാരമുണ്ടാക്കുന്നു. അവിടെ ഔട്ടർ കോട്ട് ഉണ്ടായിരുന്നു, ഇന്നർ കോട്ട് ഉണ്ടായിരുന്നു, മോസ്റ്റ് ഹോളി ഉണ്ടായിരുന്നു, വിശുദ്ധ സ്ഥലം, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. നൗ പ്രാകാരത്ത് ഭയങ്കര പക്ഷിയാണ്. അവിടെ ഈ ആടിനെ എല്ലാം യാഗത്തിനൊക്കെ കൊണ്ടുവരുന്ന ഭയങ്കര ബഹളമാണ്. ഇന്നർ കോട്ട് വിശുദ്ധ സ്ഥലത്ത് വരുമ്പം സൈലൻസ്, ലേവ്യന്മാർ ഇതെല്ലാം ഇറ്റ്സ് സാക്രിഫൈസസ് ബീങ് ടേക്കൺ, കുറച്ചുകൂടെ സൈലൻസ്. എന്നാൽ അതിവിശുദ്ധ സ്ഥലം, ഹോളി ഓഫ് ഹോളീസിൽ കയറിയാൽ there the Shekinah glory of God comes. അവിടെ അങ്ങോട്ടൊന്നും പറയണ്ട, ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞാണ് നിൽക്കുന്നത്. എനിക്ക് ആരാധന വളരെ ഇഷ്ടമാണ്. ഐ എം എ വർഷിപ്പർ. പക്ഷെ ശബ്ദം കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതിൻ്റെ കാരണം ഈ ശബ്ദം കൂട്ടുമ്പോൾ നമുക്ക് തോന്നും പരിശുദ്ധാത്മ. അല്ലല്ലോ, ശബ്ദം വേണം, ആരാധിക്കണം, കൈയടിക്കണം, എല്ലാം ബെസ്റ്റാണ്. അത് കഴിയുമ്പം there is slowness, stillness, and there comes the inner chamber. ഇന്നർ ചേംബറിൽ കയറിക്കഴിഞ്ഞാൽ there is silence and deep talks with the deep. വാക്കുകൾ മുട്ടിപ്പോയി. റബ ഹുസുനോ ഖുശസി. Such intimacy is what God requires. ആ ഇൻറ്റിമസിയിൽ സംഭവിക്കുന്ന എന്താ? അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഏത് വിഷയം വന്നാലും നിങ്ങൾ യു വിൽ വാല്യൂ ഗോഡ്, മീനിങ് യു വിൽ വാല്യൂ ഹിസ് വേർഡ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിൽ എൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ നിവർത്തിക്കും. അതല്ലേ പറഞ്ഞിരിക്കുന്നത്, ഐ വാല്യൂ ഹിസ് വേർഡ്. അല്ലേ? ഒരു രാജ്യത്തിൻ്റെ അധിപൻ നിങ്ങളോട് പറയാണ്, ധൈര്യത്തോടെ രാവിലെ 10 മണിക്ക് വന്നേക്കണം എന്ന് പറയുമ്പം നമ്മളവിടെ പോയി ഇങ്ങനെ നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി, ഐ ഹാഡ് ടു മീറ്റ് എ VIP. ഐ കോൾഡ് ഹിം ആൻഡ് സെഡ്, വന്നേക്കണം, ഞാൻ ഇവിടെ ഉണ്ട്, ഡോണ്ട് വറി. ഞാൻ അവിടെ ചെന്നു. വെളിയിൽ കുറച്ച് പേര് ഇരിപ്പുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്ന. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങിലാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുമ്പോൾ അകത്ത് പോരാം. ഞാൻ അവിടെ 1 മിനിറ്റ് നിന്നു. അഗെയിൻ ഐ കോൾ. അദ്ദേഹം പറഞ്ഞു, ഹേയ് എവിടെയാ? ഞാൻ വെളിയിലുണ്ട്. ഹി കെയിം ഔട്ട്, ഹോൾഡ് മീ ആൻഡ് ടുക്ക് മീ. ആൻഡ് ദാറ്റ് ഈസ് ദ ലിവിങ് ക്രൈസ്റ്റ് ബിഹേവിയർ. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ്. ആരുടെയും കെയർ ഓഫ് വേണ്ട. തങ്കു ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദർ ഇസ് എൻ ഇന്റർസെസർ ദെയർ. ഹിസ് നെയിം ഇസ് ജീസസ്. താങ്ക് യു രഞ്ജിത്ത്. ദാറ്റ് വേർഡ് ഇസ് ആപ്റ്റ് ഓവർ ഹിയർ. 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഹു സെർച്ചസ് ദ ഡീപ് തിങ്സ് ഓഫ് ഗോഡ്. രഞ്ജിത്ത് എഴുതിയൊരു പാട്ടുണ്ട്, ആഴത്തിൽ അങ്ങേ അറിയുവാൻ, ആഴത്തിൽ കർത്താവിൻ്റെ അറിയുവാൻ കൊതിയാകുക, ആഴത്തിൽ അങ്ങേ അറിയുവാൻ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ടുമോറോ God willing, I will be back again. Especially I think ഈ ദിവസങ്ങളിൽ we'll have a Facebook live must be every day because പലയിടത്തും നമുക്ക് കൂടി വരില്ല. But look, അസംബ്ലി നടക്കുന്നില്ലെങ്കിലും if you are in the secret place. Inner chamber എന്ന് പറയുന്നത് ബെൻസി is a place where you are alone with him. അത്രയേ ഉള്ളൂ. ഇന്നർ ചേംബർ എന്ന് പറഞ്ഞാൽ സീക്രട്ട് പ്ലേസ് എന്ന് യേശു പറയുന്ന ഒരു വാക്ക്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് മോർ ടുമോറോ. ബട്ട് ലെറ്റ് മീ പ്രേ ഫോർ എവറിബഡി. ഞാൻ വീണ്ടും ലെറ്റ് us ബ്രേക്ക് ദ ചെയിൻ. നന്നായിട്ട് കൈ കഴുകണം,
സാനിറ്റൈസ് ചെയ്യണം, സോപ്പ് ആൻഡ് വാട്ടർ ഇട്ട് കഴുകണം. വി ആർ ഹിയറിങ് എവറി ടൈം. ആൻഡ് ഗുഡ് ന്യൂസ് ഈസ് ഓൾവേസ് ലുക്ക് അറ്റ് ദ ഗുഡ് സൈഡ്. ഇതുവരെ രോഗം വന്നിരിക്കുന്നതിനകത്ത് over 75% are totally healed out of the hospital. Look at the good side of it. And Kerala is giving the best health support in the whole world എന്ന് പറയാം, because the world is looking at Kerala model എന്നാണ് ഇപ്പം പറയുന്നത്. I was watching BBC, I think. CNN, IBN, CNN, they were saying കേരളത്തിൽ it's so good. So health minister, congratulations, we are so proud of you, how as an iron lady you are doing everything. Very good, very good, thank you very much. So she has said breaking the chain, so let's do it. Break the chain break ചെയ്യണം, കുളിച്ച് സാനിറ്റൈസ് ചെയ്ത്. ആൻഡ് ഓൾസോ നേരത്തെ ഷാജി പറഞ്ഞ ആ വാക്കാണ് നല്ലത്, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, ഗൂഗിൾ പേ, പേടിഎം, അതൊക്കെ യൂസ് ചെയ്താൽ ദ കറൻസി ഓൾസോ വിൽ ബി very good. So can we pray? Everyone who is worried, everyone who is afraid, യേശു ശുശ്രൂഷ തുടങ്ങിയപ്പം പറഞ്ഞത് ഭയപ്പെടേണ്ട, ഉയർത്തെഴുന്നേറ്റ ശേഷം പറഞ്ഞത് ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാണ്. He is in charge. Let us give value to him. And let me declare that whosoever is watching this video, let them be blessed. 1-2 തീരുമാനങ്ങൾ എടുക്കണം. Give value. Number 1, നാളെ I will continue this topic, God willing. Give value to God. നിങ്ങൾ ഏതൊക്കെ രാജ്യത്തിലാണ്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പല രാജ്യക്കാരുണ്ട്. Whichever nation you are, obey the government. Whatever the government is saying, it's for our good. It is to contain this plague. Go into that inner chamber. എല്ലാ ദിവസവും രാവിലെ ആ inner chamber, that secret place, go. Shut yourself. Read the word and let the Holy Spirit that searches the deep things of God bring into the deep which is inside of you. Let us pray. Father, I thank you for this evening. ഇന്ന് കർത്താവേ, ഈ വൈകുന്നേരത്തെ സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭവനങ്ങളിൽ അങ്ങയുടെ മഹത്വം ഇറങ്ങിയിരിക്കുകയാണെന്നറിയാം. It is so tangible. It is so glorious. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് തന്നെ മഹത്വം. അവൻ മഹത്വവും ബഹുമാനം കൊണ്ട് നിങ്ങളെ ഉടുപ്പിച്ചു. വി ആർ ക്ലോത്ത്ഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ. താങ്ക് യു ഫാദർ. എല്ലാവരും യേശുവെ അങ്ങ് വിശ്വസിച്ച എല്ലാവരും, ദേ ആർ ക്ലോത്ത്ഡ് വിത്ത് ഗ്ലോറി. ആൻഡ് ദാറ്റ് ഈസ് അവർ സ്യൂട്ട്, ദാറ്റ് ഈസ് അവർ ഡിഫെൻസ്. അതാ ഞങ്ങളുടെ കവചം. ദാറ്റ് ഗ്ലോറി ദാറ്റ് കവേഴ്സ് അസ്. പിതാവെ, പ്രാർത്ഥിക്കുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളും, ഇന്ന് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇത് നാളെ കാണാൻ പോകുന്നവരും, Father, I pray that they will be touched by your presence in such a tangible manner. Let the anointing, Abhishekam, let them be poured upon you. Out of your fullness, Jesus. യേശുവേ, അങ്ങയുടെ നിറവിൽ നിന്നും കൃപമേൽ കൃപ ചൊരിയപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു പിതാവേ, ലോകരാജ്യങ്ങൾ മുഴുവൻ കർത്താവെ ഈ ബ്രേക്ക് ദ ചെയിൻ ഉണ്ടാകട്ടെ. വാട്ട് എ വേർഡ്, ബ്രേക്കിംഗ് ദ ചെയിൻ. കർത്താവ് ഞങ്ങളുടെ ചെയിൻ എന്നേക്കുമായി ആ അടിമത്തത്തിൽ നിന്നും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ ലെറ്റ് us ബ്രേക്ക് ദാറ്റ് ചെയിൻ ഓഫ് കറോണ. താങ്ക് യു ഫാദർ. എല്ലായിടത്തും കേരളത്തിന് മേൽ അതിമഹത്വം സാന്നിധ്യം ഇറങ്ങും, ഇന്ത്യയുടെ മേൽ ഇറങ്ങട്ടെ. Everywhere in the world, whoever is watching, let them be clothed with glory. Blessed be the name of the Lord. അനുഗ്രഹിക്കുന്ന ദയക്കായി സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. God bless you. God bless you. God bless you. You are my beloved ones. നിങ്ങൾ എനിക്ക് എത്ര പ്രിയപ്പെട്ടവരാണ്. മറക്കല്ലേ, ഭയപ്പെടേണ്ട. Give value to that word.
പറഞ്ഞ ആളിനെ വാല്യൂ കൊടുത്തേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. ഭ്രമിച്ച് നോക്കണ്ട, ഞാനാ നിന്റെ ദൈവം. ഫിയർ നോട്ട്, ഐ വിൽ അപ്ഹോൾഡ് യു, ലിഫ്റ്റ് യു അപ്പ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവനിലേക്ക് ഇട്ടുകൊള്ളു. He is there, never leave us, never forsake us. Thank you very much for joining. Tomorrow again we'll join, and there are lots of fake news going around. Forget it. Fake news brings death. Let us speak life. We are givers of life. നമ്മൾ ജീവൻ പ്രസ്താവിക്കുന്നവരാണ്. നമ്മുടെ ഡിഫൻസ് ഏഷ്യ. Thank you, Malika. Thank you very much, Matthew Philip. Thank you, Matthew Philip from Canada. Matthew Philip is our secretary of the church. Canada നിന്നും കാണുന്നതിന് സ്തോത്രം. God bless each one of you. I saw so many of you watching me all over. നാളെ കർത്താവ് വെച്ചാൽ സെയിം ടൈം 8:30 ഈവനിങ് ഇന്ത്യൻ ടൈമിൽ നമുക്ക് കാണാം. I will continue this word. Continue the inner chamber. To how to be filled with all the fullness of God. ഈ ദിവസങ്ങളിൽ we will look at the word, and please don't get out of the inner chamber till you are clothed with confidence. കർത്താവുമായിട്ട് ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ കൊതിക്കണമല്ല ദിവസം. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഡോർ തുറന്ന് എന്ന് പറഞ്ഞാൽ എന്നാ, കർത്താവിൻ്റെ കൂടെ ഇറങ്ങുമ്പോൾ ലുക്ക്, ഹീ ഈസ് വിത്ത് യു, ഹിസ് പ്രസൻസ് ഫോളോസ് യു. ആ ഇന്നർ ചേംബർ മാത്രമല്ല, അവിടുന്ന് ക്ലോത്ത്ഡ് ആയിട്ട് കൂടെ വരുക. അമ്മയൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറ്റി അങ്ങ് വിടുമായിരുന്നു. ഇത് കൂടെ വരുക, saying I am with you, do not be afraid. So God bless you. Thank you, Thomas Jacob, Srijit, thank you, bless you. You should take care. You are a air steward and hope you are flying everywhere. Take care, Srijit. Varshapi, thank you. Thank you very much for joining. Bindu, Sajeev, bless you. All of you blessed, be blessed, be blessed, be blessed. So നാളെ വൈകുന്നേരം കർത്താവ് വീണ്ടും കാണാം. God bless you.